സംവിധായകൻ രഞ്ജിത്തിനെ എറണാകുളം പോലീസ് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തു. രഞ്ജിത്ത് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ സംവിധായകനാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ സിനിമ എല്ലാം കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ അറസ്റ്റും നമ്മളെ അമ്പരപ്പിച്ചു, അത്ഭുതപ്പെടുത്തി. ഇന്നലെ എറണാകുളം സിറ്റി പോലീസ് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ രഞ്ജിത്തിനെതിരായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ഇന്നലെ രാത്രി അദ്ദേഹം പുതിയൊരു സിനിമയുടെ ഷൂട്ടിങ്ങിൽ സ്ഥലത്തായിരുന്നു. അങ്ങോട്ടേക്ക് പോകുന്ന സന്ദർഭത്തിൽ തൊടുപുഴയ്ക്കടുത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിനെ ഇടുക്കി ജില്ലാ SP നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത്. അദ്ദേഹം കാറ് യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയത്ത് അറസ്റ്റ് ചെയ്ത് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ഇന്നലെ രാത്രി തന്നെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. മെഡിക്കൽ പരിശോധന നടത്തി. അപ്പോൾ സ്വല്പം ഹൈ പ്രഷർ ഉണ്ട്. അദ്ദേഹത്തിന് സുഖമില്ലാത്തൊരു വ്യക്തിയാണ്. എങ്കിലും പൂർവാധികം ശക്തിയോടെ വീണ്ടും സിനിമാ രംഗത്ത് അദ്ദേഹം വരാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മൂന്നാമത്തെ അറസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അറസ്റ്റ്, അദ്ദേഹം യുവനടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് എന്നുള്ള ഒരാരോപണം, ഒരു പരാതി 2026 ജനുവരി നടന്ന സംഭവമാണ്. പക്ഷേ പരാതി കൊടുക്കാനായിട്ട് വളരെ താമസിച്ചു. ഇന്നലെ മിനിഞ്ഞാന്ന് മാത്രമാണ് ഒരു പരാതി എഴുതി ആ നടി സെൻട്രൽ പോലീസ് സ്റ്റേഷനും വനിതാ സെല്ലിൽ കൊടുത്തത്. വളരെ പെട്ടെന്ന് രഹസ്യമായി നടപടിയിലേക്ക് പോലീസ് നീങ്ങി. അവരുടെ 164 റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഇനി രഞ്ജിത്തിനെ ഇന്നലെ രാത്രി തന്നെ അറസ്റ്റ് ചെയ്തു. സബ് ജയിലിൽ ഇപ്പം റിമാൻഡ് ചെയ്തു 14 ദിവസത്തേക്ക്. രാത്രി അറസ്റ്റ് ചെയ്തപ്പം തന്നെ അദ്ദേഹത്തിന് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയപ്പം തന്നെ സ്വല്പം പ്രശ്നങ്ങളുണ്ട് എന്ന് പോലീസിന് മനസ്സിലായി. എങ്കിലും കോടതിയിലെ രാത്രി തന്നെ ഹാജരാക്കി 14 ദിവസത്തേക്ക് അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്തു. റിമാൻഡ് ചെയ്ത് ജയിലിൽ അയക്കുന്നതിന് മുമ്പ് വീണ്ടും ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടി വന്നു. എന്തായാലും 14 ദിവസത്തെ റിമാൻഡ് ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് ശാരീരികമായ പ്രശ്നങ്ങൾ പലതും ഉള്ളതുകൊണ്ട് മിക്കവാറും ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. മലയാളത്തിലെ ഏറ്റവും ഉന്നതിയിലുള്ള ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം വ്യത്യസ്തമായ സിനിമകളാണ്. നമ്മളതെല്ലാം കണ്ട് ആസ്വദിച്ചിട്ടുണ്ട്. നല്ലൊരു സംവിധായകനും നല്ലൊരു നടനും നല്ലൊരു തിരക്കഥാകൃത്തുമാണ്. മലയാളത്തിലെ ഏറ്റവും മുന്തിയ തിരക്കഥാകൃത്തും നടനും അതോടൊപ്പം തന്നെ സംവിധായകനുമാണ്. പാലേരി മാണിക്യമൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ കണ്ടു. പാതിരാ കൊലപാതകം എന്ന സിനിമയും നമ്മൾ അദ്ദേഹത്തിൻ്റെ കണ്ടിട്ടുണ്ട്. രാവണപ്രഭു, നന്ദനം ഒക്കെ നമ്മൾ ആസ്വദിച്ച സിനിമകളാണ്. നല്ല കഴിവുള്ള ഒരു സംവിധായകനാണ്. നല്ല കഴിവുള്ള ഒരു തിരക്കഥാകൃത്താണ്. നല്ലൊരു നടനാണ്. പക്ഷേ ഇതെല്ലാം ആണെങ്കിലും അദ്ദേഹം കൂടെ ട്രാക്ക് മാറി സഞ്ചരിച്ച് അദ്ദേഹം പല കേസിനകത്തും പെടുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അതുതന്നെയല്ല, അദ്ദേഹം എൻ്റെ അഭിപ്രായത്തിൽ ഒരു ബൈസെക്ഷുവലാണ്. കാരണം നമുക്കറിയാം, ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ 2 ജെൻഡറും മാറി മാറി സെക്ഷൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വ്യക്തിയെയാണ് ബൈസെക്ഷൽ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു ബൈസെക്ഷൽ തന്നെയാണ്. നേരത്തെ നമുക്ക് 2009 പാലേരി മാണിക്യം, പാതിരാ കൊലപാതകം എന്നിവയുടെ സെറ്റിൽ അവിടെ വെച്ച് ഒരു ബംഗാൾ നടിക്ക് ഒരു ദുരനുഭവം ഉണ്ടായി. അവർ ബംഗാളിൽ നിന്ന് മലയാളത്തിലേക്ക് ചേക്കേറാനായിട്ട് വന്ന നല്ല പ്രശസ്തയായ ഒരു നടിയാണ്. അവർ വന്ന് സെറ്റിൽ വന്നു. ഇദ്ദേഹത്തിൻ്റെ ഡയറക്ഷനാണ്. അദ്ദേഹം രഞ്ജിത്തിനെ പറ്റി ഇന്ത്യ മുഴുവൻ അറിയാം. ബംഗാളിലെ സംവിധായകർക്കും സിനിമാക്കാർക്കും ഒക്കെ അറിയാം. അതുകൊണ്ട് അവർ രഞ്ജിത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വളരെ താല്പര്യത്തോടുകൂടി അവർ കേരളത്തിൽ വന്നു. അവർ താമസിക്കുന്ന മുറിയിൽ ഇദ്ദേഹം രാത്രി ചെന്നു. ആ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഡിസ്കഷനൊക്കെ പലതും നടത്തി. അവർ താമസിക്കുന്ന ഒറ്റ മുറിയിൽ ഇദ്ദേഹം ചെന്നപ്പോൾ അവർ സ്വീകരിച്ചു. അതിനുശേഷം അവരുമായിട്ട് സംസാരത്തിനിടയ്ക്ക് അവരുടെ കയ്യിലെ ബംഗാൾ സ്ത്രീകൾ നമുക്കറിയാം, അവരെ ആഭരണങ്ങൾ ധാരാളം ധരിക്കുന്നവരാണ്. കയ്യിൽ വ്യത്യസ്തമായ ചില വളകൾ ധരിക്കുന്നത് കണ്ട് ആ വളകൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു. വളകളെ തലോടി അദ്ദേഹം. അതിനുശേഷം ആ തലോടൽ പതുക്കെ മെല്ലെ കഴുത്തിലേക്ക് വ്യാപിച്ചപ്പം അവർക്ക് കാര്യം പിടികിട്ടി. അവർ ഭയന്ന് അവിടുന്ന് ഇറങ്ങി ഓടി. അതിനെ സംബന്ധിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും ആ കേസിലേക്ക് മുന്നോട്ട് നിയമപരമായി പോകാൻ അവർ തയ്യാറല്ല. അവർ മൊഴി കൊടുക്കാൻ ആദ്യമൊക്കെ തയ്യാറല്ല. അങ്ങനെ വളരെ വിവാദപരമായ ചില സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹത്തിനെ പറ്റിയും അതുപോലെ ചാനലിലെ ചർച്ചകളും ഒക്കെ ഉണ്ടായി. ആ കേസിൽ നിന്ന് അദ്ദേഹം പതുക്കെ ഊരിയെടുത്തു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അതിനുശേഷവും അദ്ദേഹം മറ്റൊരു സംഭവം ഉണ്ടായി.
അത് അദ്ദേഹത്തിന് സിനിമാ ഭ്രാന്ത് ഇളകിയ ധാരാളം ആൺകുട്ടികളും പെൺകുട്ടികളും കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് രഞ്ജിത്തിനെ പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു സംഭവമായിട്ടാണ് അവരൊക്കെ കരുതുന്നത്. ആ രീതിയിൽ കോഴിക്കോട് സിനിമ ഷൂട്ടിംഗ് സമയത്ത് അവിടെ ഒരു പയ്യൻ വന്ന് ഇദ്ദേഹത്തിനെ കാണാനായിട്ട് വന്നു. വളരെ ശ്രമിച്ച ശേഷമാണ് ഹോട്ടലിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഒരു ആക്സസ് കിട്ടിയത്. സംസാരിച്ചപ്പോൾ അദ്ദേഹം തിരക്കാണ്. അദ്ദേഹം ടിഷ്യൂ പേപ്പറിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ എഴുതി കൊടുത്തു. ഞാൻ ബാംഗ്ലൂർ താജ് ഹോട്ടലിൽ ഉണ്ടാവും, അവിടെ നീ വാ, എന്നെ വിളിച്ചിട്ട് എൻ്റെ നമ്പർ ഇതാണ് എന്ന് പറഞ്ഞു. അത് വലിയ കൗതുകം തോന്നി ആ ചെറുക്കനെ. കാരണം ഒരു ചാൻസ് കിട്ടുന്നതാണ്, പ്രത്യേകിച്ച് രഞ്ജിത്തിൻ്റെ സിനിമയിൽ. ആ പയ്യനെ പറഞ്ഞ സമയത്ത് തന്നെ വിളിച്ച് ചോദിച്ചിട്ട് ബാംഗ്ലൂർ അവർ ആ ഹോട്ടലിൽ ചെന്നു. അവിടുത്തെ രാത്രി 10 മണിക്ക് അദ്ദേഹത്തിൻ്റെ മുറിയിൽ വരാൻ പറഞ്ഞു. ആ 10 മണിക്ക് ചെന്നു. ആ മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പം അദ്ദേഹം പയ്യനെ മദ്യം കുടിപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം കുടിക്കുന്ന ആളല്ല എങ്കിലും ബലമായിട്ട് മദ്യം കുടിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം ആ പയ്യനെ വിവസ്ത്രനാക്കി സെക്ഷുവൽ ആക്ടിവിറ്റി നടത്തി. അതിനൊരു പരാതി അവിടെ ഉണ്ടായെങ്കിലും അത് വലിയ വിവാദമായെങ്കിലും പക്ഷേ ഈ 2 കേസുകളിലും അദ്ദേഹം വളരെയധികം അദ്ദേഹം പ്രശസ്തനായതുകൊണ്ടും പോലീസും വക്കീലും ഒക്കെ സഹായിച്ചിട്ടുണ്ടാവണം. അങ്ങനെയൊക്കെ അദ്ദേഹം രണ്ടിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ട് നിൽക്കുന്നു. ആ പയ്യനെപ്പറ്റി വളരെ മോശമായ ചിത്രീകരണമാണ് മറ്റ് വാർത്തകൾ. കാരണം രഞ്ജിത്ത് അത് ടോട്ടലായിട്ട് നിഷേധിച്ചു. ആ പയ്യൻ ചാൻസിന് വേണ്ടി കള്ളത്തരം ഉണ്ടാക്കിയതാണെന്നും യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഒരു ബൈസെക്ഷലാണ് എന്ന് ആ സംഭവത്തോടുകൂടി നമുക്ക് മനസ്സിലായി. രഞ്ജിത്ത് വലിയ കഴിവുള്ള ഒരാളാണെങ്കിലും ഇതുപോലുള്ള ബൈസെക്ഷൽ പ്രവർത്തനം അദ്ദേഹം നടത്തും. ഈ 2 നിന്ന് അദ്ദേഹം ഒരു പാഠം ഉൾക്കൊണ്ടില്ല. ബംഗാൾ നടിയുടെയും അതുപോലെ തന്നെ ഈ ചെറുപ്പക്കാരനായ പയ്യൻ്റെയും ആ 2 സംഭവത്തിൽ നിന്ന് അദ്ദേഹം ഒരു പാഠം ഉൾക്കൊണ്ടിട്ടില്ല. അദ്ദേഹത്തിന് ആ ടെൻഡൻസി, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ടെൻഡൻസി തടഞ്ഞു നിർത്താനും കൺട്രോൾ ചെയ്യാനും ആ സംവിധായകന് കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം പ്രശസ്തനായ സംവിധായകനാണ്. അദ്ദേഹം വളരെയധികം ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഇവിടുത്തെ മലയാള സിനിമയുടെ സംസ്കാരിൻ്റെ ആ സിനിമയുടെ മേധാവിയായിട്ടൊന്നും പിന്നീട് അദ്ദേഹത്തിന് ഈ ആരോപണം വന്നപ്പോൾ അദ്ദേഹത്തിനെ മാറ്റി. വളരെയധികം ഫോളോവേഴ്സ് ഉള്ളൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. കാരണം നല്ല കഴിവും ഉള്ള അദ്ദേഹം ഈ രീതിയിലുള്ള പ്രവർത്തനം പൊതുജനങ്ങൾ അംഗീകരിക്കത്തില്ല. അതുപോലെ ഏമ കമ്മിറ്റിയുടെ റിപ്പോർട്ടൊക്കെ നമുക്കറിയാം. അവിടെ ഇദ്ദേഹത്തിനെതിരായിട്ട് പരാതി ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഈ വീഴ്ച ഇന്ന് അദ്ദേഹത്തിന് ഉയർന്നെഴുന്നേക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ ഒരു സിനിമ ലൊക്കേഷനിൽ നിന്ന് മുടക്കിയ ഒരു സിനിമ ലൊക്കേഷനിൽ നിന്നാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ വക്കീലെ ജാമ്യത്തിന് മൂവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയില്ലെങ്കിലും സെക്ഷൻ എന്താണ് ഇട്ടിരിക്കുന്നത് നമുക്കറിയില്ലെങ്കിലും ഏതായാലും രാത്രി തന്നെ പോലീസ് അദ്ദേഹത്തിനെ കോടതി മുമ്പ് ഹാജരാക്കി റിമാൻഡ് ചെയ്ത് അദ്ദേഹം ഇപ്പം ശാരീരികമായ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഹോസ്പിറ്റലാണ് കഴിഞ്ഞുകൂടുന്നത്. എന്തായാലും മലയാള സിനിമ രംഗത്ത് ഇതുപോലെ അധികായന്മാർ ആ പരിധി വിട്ട് അപ്പുറത്തോട്ട് പോകുന്നത് ഒരിക്കലും ശരിയല്ല. അത് മാതൃകാപരമായ പെരുമാറ്റം ഇവർ കാണിക്കണം. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് സിനിമാ മേഖലയുടെ സജീവ മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന ഇതുപോലുള്ള ആൾക്കാർ വളരെയധികം സൂക്ഷിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഇങ്ങനെയുള്ള പ്രവൃത്തിയിലേക്ക് ഒരിക്കലും നീങ്ങരുത്. കാരണം സിനിമാ ലൊക്കേഷൻ, സിനിമാ നടി അല്ലാത്ത ഭാഗത്ത് എവിടെയെങ്കിലും നിങ്ങൾ വേറെ അവർക്ക് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ സെക്ഷലായിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറ്റു മാർഗ്ഗങ്ങളുണ്ടല്ലോ. സിനിമാ ലൊക്കേഷനിലും പ്രൊഫഷണൽ രംഗത്ത് ഇതുപോലുള്ള പ്രകടനം നടത്തരുത്. അത് വലിയ ദൂഷ്യം ചെയ്യും, സിനിമയ്ക്കും ദൂഷ്യം ചെയ്യും. സിനിമാ സംവിധായകർക്കും പ്രൊഡ്യൂസർമാർക്കും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇതൊരു പ്രശ്നമാകും. അതുകൊണ്ട് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ മനസ്സിലുള്ളവർ അതിൽ നിന്ന് വിട്ടു നിൽക്കണം. കാരണം ഈ രംഗത്ത് ഇനി ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. നടിമാർ പണ്ടൊക്കെ ചില ആൾക്കാരും പലരുമൊക്കെ വഴങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ അവരൊക്കെ വ്യത്യസ്തമായ ചിന്താഗതികളും വ്യത്യസ്തമായ വ്യക്തിത്വമുള്ളവരാണ്. അവരെ അവമാനിക്കരുത്. അഴിമകാൻ ശ്രമിച്ചാൽ ഇതുപോലുള്ള കേസിനകത്ത് പെട്ടുപോകും. അവരുടെ ജീവിത സാഫല്യം അല്ലെങ്കിൽ അവരുടെ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് നടക്കാൻ ഇങ്ങനെയുള്ളവർക്ക് കഴിയില്ല. അതിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് രഞ്ജിത്തിൻ്റെ ഈ സംഭവം. അതുകൊണ്ട് ഓർമ്മയിരിക്കട്ടെ ഈ സംഭവം മറ്റുള്ള സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും.